യേശുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, കാരുണ്യവാനായ കർത്താവ് വിശുദ്ധ പത്രോസിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നതുകൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. കാരുണ്യവാനായ കർത്താവ് നമ്മളെ പരിശുദ്ധ ജീവിതത്തിലേക്കാണ് വിളിച്ചിരിക്കുക. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും പരിശുദ്ധിയിൽ ജീവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ലേവ്യരുടെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക. ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 31-ാമത്തെ വചനത്തിൽ നമ്മളിപ്രകാരം കാണുകയാണ്: നിങ്ങൾ മന്ത്രവാദികളെയും ശകുനക്കാരെയും സമീപിച്ച് അശുദ്ധരാകരുത്, ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലേക്ക് അശുദ്ധി, തിന്മ, പൈശാചിക സ്വാധീനം ഇവയെല്ലാം കടന്നു വരുന്ന ഒരു മേഖലയെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് ഈ തിരുവചനം നമുക്ക് നൽകിയിരിക്കുക. നമ്മൾ അശുദ്ധരാകരുത്. അശുദ്ധി നമ്മളിലേക്ക് കടന്നു വരുന്ന പിശാച്, മറ്റുമാക്കി പറഞ്ഞ പിശാച് നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഈ മേഖല. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ തെറ്റായിട്ടുള്ള പല ആരാധനകളുടെയും തെറ്റായിട്ടുള്ള പല പ്രവൃത്തികളുടെയും ആചാരങ്ങളുടെയും എല്ലാം പിന്നാലെ നമ്മൾ നടന്ന് തെറ്റായ വഴികളിലൂടെ സഞ്ചരിച്ച് നമ്മൾ ഏതെങ്കിലുമൊക്കെ അനുഗ്രഹം കിട്ടാൻ, ഏതെങ്കിലുമൊക്കെ തടസ്സങ്ങൾ മാറാൻ എന്ന് പറഞ്ഞ് ഇവരും എല്ലാം പറയുന്ന പല മേഖലകളിലും ചെന്ന് നമ്മുടെ ജീവിതത്തെ നമ്മൾ നശിപ്പിച്ച് കളഞ്ഞ അനേകർ നമുക്ക് ചുറ്റും ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പങ്കെടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് നമ്മുടെ കർത്താവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഓർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ, മന്ത്രവാദികൾ, കൂടോത്രക്കാർ, ക്ഷുദ്രപ്രവൃത്തി ചെയ്യുന്നവർ, ഭാവി ഫലം പ്രവചിക്കുന്നവർ, കൈനോക്കുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം വ്യക്തികൾ, ചാത്തൻ സേവക്കാർ, അവിടെ പോയാൽ ആ അനുഗ്രഹം കിട്ടി, ഈ അനുഗ്രഹം കിട്ടും, ഇതൊക്കെ കാണിച്ച് നമ്മളെ പലതരത്തിൽ വഴിതെറ്റിക്കുന്ന അനേകം ആൾക്കാർ നമുക്ക് ചുറ്റുപാടും ഉണ്ട്. അവരുടെ ഒന്നും പിന്നാലെ നമ്മൾ പോകരുത് എന്ന് ദൈവം നമ്മളെ ഓർപ്പിക്കുക. ഒരു ചെറിയ കാര്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ 16-ാമത്തെ തിരുവചനം. അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ സീലാസും ചേർന്ന് ആഥൻസ് നഗരത്തിലെ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ഒരു ആത്മാവ് ബാധിച്ച അടിമ പെൺകുട്ടിയെ കണ്ടു. ഭാവി പ്രവചനങ്ങൾ വഴി അവൾ തൻ്റെ യജമാനർക്ക് അനേകം നേട്ടം നേടിക്കൊടുത്തിരുന്നു. അവൾ പൗലോസിനെയും ഞങ്ങളുടെയും പിറകെ നടന്ന് വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസരാണ്. അവർ നിങ്ങളോട് രക്ഷയുടെ സന്ദേശം പറയുന്നു. പല ദിവസങ്ങൾ ഇപ്രകാരം അവൾ ചെയ്തു. ഇത് പൗലോസിനെ അസഹ്യപ്പെടുത്തി. അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു, അവളിൽ നിന്ന് പുറത്തു പോകാൻ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് ആജ്ഞാപിക്കുന്നു. തൽക്ഷണം അത് പുറത്തുപോയി.
ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ പാപി ഫലം പറയുന്നവരും മന്ത്രവാദക്കാരും ക്ഷുദ്രപ്രവൃത്തികളും ചാത്തൻ സേവക്കാരും കൈനോട്ടം നടത്തുന്നവരും ഒക്കെ ഒരാത്മാവ് ബാധിച്ച ആൾക്കാരാണ്. ഏതാത്മാവാണ് അവരെ പിടികൂടിയതിരിക്കുക, അല്ലെങ്കിൽ അവരിൽ ആവേശിച്ചിരിക്കുന്നത്? അവരിൽ ആവേശിച്ചിരിക്കുന്ന ആത്മാവ് ദുരാത്മാവാണ്, പിശാച് തന്നെയാണ്. ആ പിശാച് ആരിൽ ബാധിച്ചിട്ടുണ്ടോ അവർക്ക് നമ്മുടെ ജീവിതത്തെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ ചില അറിവ് തരാനായിട്ട് ചിലപ്പോൾ കഴിഞ്ഞെന്നിരിക്കും. കാരണം പിശാചിന് മനുഷ്യന് അറിയാൻ പാടില്ലാത്ത പല മേഖലയെ പറ്റിയുള്ള അറിവുണ്ട്. എന്നാൽ ആ പിശാചിൻ്റെ സഹായം തേടുന്നവർക്കെല്ലാം പിശാചിൻ്റെ കെണിയിൽ വീഴേണ്ടി വരും. ഈ കാര്യമാണ് നമുക്ക് അറിയാൻ പാടില്ലാത്തത്. പിശാചിനെ കുറിച്ച് യേശു പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവൻ നുണയനും നുണയുടെ പിതാവുമാണ് എന്നാണ് യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുക. അപ്പോൾ അവൻ്റെ അടുക്കൽ നിന്ന് ഏതെങ്കിലും ഒരു അറിവ് സമ്പാദിക്കാൻ നമ്മൾ പോയാൽ അവൻ നമ്മളെ നുണയിൽപ്പെടുത്തി ചതിച്ച് കൊല്ലും. യോഹന്നാൻ സുവിശേഷം 10:10 പറഞ്ഞത് എന്താ? കള്ളം വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്. അപ്പോൾ കള്ളൻ, പിശാച് ഈ രീതി കൈനോട്ടത്തിലൂടെ, മന്ത്രവാദത്തിലൂടെ, ബന്ധിച്ച തകിട് കെട്ടുന്നതിലൂടെ, ചാത്തൻ സേവയിലൂടെയൊക്കെ എല്ലാം നമ്മളെ സമീപിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ നശിപ്പിക്കാൻ ആഗ്രഹിച്ച് നമ്മളെ തേടി വരുന്ന ദുഷ്ടാരൂപിയുടെ പിടിയിൽ നമ്മൾ അമർന്നാൽ തീർച്ചയായിട്ടും നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്ന ഒരു ജീവിതമുണ്ട്. ചില അറിവുകൾ, ചില കാര്യങ്ങൾ അവർ പറഞ്ഞെന്നിരിക്കും. നിൻ്റെ പഴയ കാലം മുഴുവൻ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും. പറഞ്ഞതെല്ലാം ശരിയായിരിക്കും. വരാൻ പോകുന്ന ചില കാര്യങ്ങളും അവൻ പറഞ്ഞെന്നിരിക്കും. അതെല്ലാം ശരിയാവണമെന്ന് നിർബന്ധമില്ല. ചിലതെല്ലാം ശരിയായെന്നും ഇരിക്കും. പക്ഷെ ഇതുകൊണ്ടൊന്നും ആ കെണിയിൽ നമ്മൾ വീഴരുത്, നഷ്ടപ്പെട്ടു പോകരുത്. കാരണം അവരാരും രക്ഷകരല്ല. അങ്ങനെ രക്ഷിക്കാൻ അവർക്ക് ആർക്കും സാധിക്കുകയില്ല. കാരണം ബൈബിൾ വളരെ കൃത്യമായി നമ്മളോട് പറയുന്നു. പുസ്തകപ്രവർത്തനം 4-ാം അധ്യായം 12-ാം തിരുവചനം, ആകാശത്തിന് കീഴെ ഭൂമിയിൽ മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏകനാമം, ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ, ഏകനാമം. ആ നാമം യേശുക്രിസ്തു മാത്രമാണ്. മറ്റൊരു നാമത്തിലും രക്ഷയില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തിരുവചനം നമുക്ക് നൽകുന്ന ഈ ഉറപ്പ് മനസ്സിലാക്കുക. അപ്പസ്തോല പ്രവർത്തനം 16:31, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷപ്പെടും. നീ രക്ഷപ്പെടും. ആ പടയാളികളുടെ കുടുംബം മുഴുവൻ രക്ഷപ്പെട്ടു. നീയും രക്ഷപ്പെടും. എന്നാൽ ഇതിൻ്റെയൊക്കെ പിന്നാലെ പോയി ഈ കൊച്ചു ചെറിയ അറിവ്, ഇതൊക്കെ നേടിയത് കൊണ്ട് നമ്മളാരും രക്ഷപ്പെടുകയില്ലെന്ന് മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ദുരിതത്തിലാക്കുക മാത്രമാണ് ചെയ്യുക. കൂടുതൽ തകർച്ചയിലേക്ക് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുക മാത്രമാണ്. ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടവരുടെ മേൽ നിരന്തരമായ പൈശാചിക സ്വാധീനം ഉണ്ടാകും. ആ സ്വാധീനം നമ്മളിൽ നിലനിൽക്കുന്നുകൊണ്ട് ചെയ്യുന്നിടത്തെല്ലാം പരാജയങ്ങളും പ്രതിസന്ധികളും, ജീവിതം അലങ്കോലമാകുകയും നശിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യും. സുഖപ്പെടുത്താൻ സാധിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ അരികിലേക്ക് നമുക്ക് കടന്നു വരാം. അന്ധകാര ശക്തികളിൽ നിന്ന് നമുക്ക് അകന്നു നിൽക്കാം. അന്ധകാര ശക്തികളിൽ നിന്ന് നമ്മളെ
രക്ഷിക്കാമെന്ന ദൈവത്തിൻ്റെ അരികിലേക്ക് നമുക്ക് കടന്നു വരാം. കള്ളൻ്റെ പിടിയിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കാം. നമ്മൾ കള്ളൻ്റെ പിടിയിൽ അമർന്ന് നശിച്ചു പോകാതിരിക്കാൻ പ്രത്യേകം നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം. യേശുവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ആകാശത്തിന് കീഴെ ഭൂമിയിൽ രക്ഷിക്കാൻ മറ്റാരും ഇല്ല എന്ന ബോധ്യം മനസ്സിലാക്കി യേശുക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുക. അവനെ മാത്രം തേടുക. പ്രൈസ് ദി ലോർഡ്. യേശുവിൽ പ്രിയരെ, നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുന്ന പല പ്രവൃത്തികളിലും നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട്. മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രവൃത്തികൾ, കൈനോട്ടം, ജാതകനോട്ടം, ഇവയിലൂടെയെല്ലാം നമ്മളിലേക്ക് കടന്നു വന്ന പൈശാചിക ശക്തിയിൽ നിന്നുള്ള അത്ഭുത വിടുതലാണ് ഈ ആരാധനയിലൂടെ കർത്താവ് നമുക്ക് തരിക. മുട്ടുകൾ മടക്കി കാരുണ്യവാനായ ഈശോയെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം. ഈ തെറ്റുകളെയെല്ലാം ഓർത്ത് അനുദപിച്ചുകൊണ്ട് ഈശോയെ വരണമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ഈശോയെ സ്വീകരിക്കാം. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസ്ഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേലിൻ നാഥനേ ആരാധന, 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 ആരാധന. കൈകൾ ഉയർത്തി ഒരിക്കൽ കൂടെ ആലപിക്കുക. ആരാധന, 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 ആരാധന. നമ്മളെ വരിഞ്ഞു മുറുകുന്ന എല്ലാ ദുഷ്ടശക്തികളും വിട്ടുപോകട്ടെ. ഒരിക്കൽ കൂടെ ആരാധിക്കാം. ആരാധന, 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 ആരാധന. നമ്മുടെ എല്ലാ പരാജയങ്ങളിലേക്കും ഈശോയെ വിളിച്ച് ആ പരാജയങ്ങളെ പ്രതി എല്ലാം ദൈവത്തിന് ആരാധന കൊടുക്കാം. ഒരിക്കൽ കൂടെ പാടാം. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, അത്ഭുതകരമായ വിടുതൽ തരണേ. രോഗശാന്തികൾ ഭക്ഷിക്കണമേ, കരുണ ഭക്ഷിക്കണമേ, കൃപ ചൊരിയണമേ. യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കനിയണമേ, 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 കനിയണമേ. നിന്റെ കൃപ ചൊരിയണേ, ചൊരിയണേ, ചൊരിയണേ. ഈ ദാസരിൽ കൃപ ചൊരിയണേ. യേശുവേ, നന്ദി. യേശുവേ, സ്തോത്രം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ എല്ലാ കഴിഞ്ഞ കാലങ്ങളിലെ തെറ്റുകളും നമുക്ക് ഓർക്കാം. പാപങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. പാപത്തിൻ്റെ പേരിൽ ശിക്ഷിക്കുന്നവനല്ല നമ്മുടെ ദൈവം. അവൻ നമ്മുടെ എല്ലാ തെറ്റുകളെയും മായ്ച്ചു കളഞ്ഞ് അത് വെണ്മഞ്ഞു പോലെ വെണ്മയുള്ളതാക്കി തീർക്കുന്ന ആ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ സന്തോഷിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന മണിക്കൂറാണ് ഈ ആരാധന. ലൂക്കാസ് വിശേഷത്തിലൂടെ കാരുണ്യവാനായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തു. 10-ാം അധ്യായം 19-ാം തിരുവചനം. ആ വലിയ തിരുവചനം നമുക്ക് ഏറ്റുപറഞ്ഞ് ഇപ്പോൾ പ്രാർത്ഥിക്കാം. ശബ്ദമുയർത്തി ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തിയുടെയും മേലും മീതെ ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. പിശാചുകൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട. മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ അന്ധകാര ശക്തികളും എല്ലാ പൈശാചിക ശക്തികളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളെ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റായ പ്രവൃത്തികളുടെയും ബന്ധനങ്ങൾ ഞങ്ങളിൽ നിന്ന് അകന്നു പോകട്ടെ. അതിലൂടെ ഞങ്ങളിലേക്ക് വന്ന പരാജയങ്ങൾ ഇപ്പോൾ തന്നെ നീങ്ങിപ്പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുതാപത്തോടെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് എല്ലാ തെറ്റുകളെയും ഓർത്ത് അനുദപിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതിഘോരമായ പാപങ്ങൾ മായ്ച്ചു കളയണമേ. അതിഘോരമാ എൻ പാപജീവിതം നിന്ദയ തേടുന്നു കരുണാമയ. അതിഘോരമാ എൻ പാപജീവിതം നിന്ദയ തേടുന്നു കരുണാമയ. വഴിവിട്ട ബന്ധങ്ങൾ, അടങ്ങാത്ത മോഹങ്ങൾ, അടിതെറ്റി വീഴുന്നു അതിദാരുണം. വഴിവിട്ട ബന്ധങ്ങൾ, അടങ്ങാത്ത മോഹങ്ങൾ, അടിതെറ്റി വീഴുന്നു അതിദാരുണം. കൈകൾ ഉയർത്തി കരുണക്കടലേ, കരം നീട്ടി എന്നെ കരകയറ്റി നിൻ നമ്മളെ കരകയറ്റി കണ്ണീരൊഴുക്കി ഞാൻ പാദം കഴുകുന്നു. മഗ്ദലന മറിയത്തെ പോലെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ അപരാധങ്ങൾക്കും മാപ്പ് ചോദിച്ച് ഓരോ ബന്ധനങ്ങളുടെ വിഷയങ്ങളിലേക്കും കർത്താവിൻ്റെ കരുണ കടന്നു വരാൻ വിശുദ്ധ രക്തം ഒഴുകി ഇറങ്ങി സുഖപ്പെടുത്തേണ്ടതിനായി കർത്താവിൻ്റെ കരുണയാചിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇതാ എല്ലാ ബന്ധനക്കെട്ടുകളും ഇപ്പോൾ തകർന്ന് 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 വീഴുകയാണ്. യേശുവിൻ്റെ കരുണ നമുക്ക് ചോദിക്കാം. എന്നെ ബന്ധിക്കുന്ന ദുഷ്ടാത്മശക്തികളെ യേശുവിൻ രക്തത്താൽ നിർവീര്യമാ
ശക്തികളെ യേശുവിൻ രക്തത്താൽ നിർവീര്യമാവുക. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം യേശുവിൻ നാമത്തിൽ വിടുതലും സൗഖ്യവും പാവനാത്മാവിൻ സഹവാസവും നൽകണേ. യേശുവിൻ നാമത്തിൽ വിടുതലും സൗഖ്യവും പാവനാത്മാവിൻ സഹവാസവും നൽകണേ. കൈകൾ കരുണക്കടലേ കരം നീട്ടി എന്നെ കരകയറ്റി നിൻ ദാസരിൽ ചേർക്കണേ. കണ്ണീരൊഴുക്കി ഞാൻ പാദം കഴുകുന്നു, പാപം ക്ഷമിക്കണേ, ശിക്ഷകൾ നീക്കണേ. കരുണക്കടലേ കരം നീട്ടി എന്നെ കരകയറ്റി നിൻ ദാസരിൽ ചേർക്കണേ. കണ്ണീരൊഴുക്കി ഞാൻ പാദം കഴുകുന്നു, പാപം ക്ഷമിക്കണേ, ശിക്ഷകൾ നീ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് അതിഘോരമായ പാപങ്ങൾ ഒരിക്കൽ കൂടെ സമർപ്പിക്കാം. അതിഘോരമാ എൻ പാപജീവിതം നിന്ദയ തേടുന്നു കരുണാമയ. അതിഘോരമാ എൻ പാപജീവിതം നിന്ദയ തേടുന്നു കരുണാ. കരങ്ങൾ ഉയർത്തി ശ്രദ്ധിക്കട്ടെ. വിടുതൽ സംഭവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ വിടുതൽ, വിടുതൽ. യേശുനാമത്തിൽ വിമോചനം, അത്ഭുത സൗഖ്യങ്ങൾ. കർത്താവിന്റെ നാമത്തിൽ പൈശാചിക ശക്തികളെല്ലാം ഒഴിഞ്ഞു പോകുന്നു. ഇതാ കർത്താവിന്റെ കൃപ ഒഴുകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുട്ടുകൾ മടക്കി യേശുവിന്റെ ആശീർവാദം സ്വീകരിക്കട്ടെ. എല്ലാവരും കൃപയൊഴുകട്ടെ. ഈ നിമിഷം നമ്മുടെ എല്ലാവരിലേക്കും കർത്താവിന്റെ കരുണ ഒഴുകുന്നു. പരിശുദ്ധ പരമാദിവികാരണത്തിന് പരിശുദ്ധ പരമാദിവികാരണത്തിന് പരിശുദ്ധ പരമാദിവികാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.